നമസ്കാരം. മാധ്യമങ്ങളോട് കടക്കുപുറത്ത് എന്ന് പറയുന്ന പിണറായി വിജയനെ നമുക്കറിയാം. മാറി നിൽക്കങ്ങോട്ട് എന്ന് പറയുന്ന പിണറായി വിജയനെയും നമുക്കറിയാം. എന്തൊക്കെയായാലും ഈ മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് എല്ലാ മാധ്യമങ്ങളിലും ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്ത് ഷൈൻ ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ ഷൈനിങ് എത്ര കാലം ഉണ്ടാകും എന്ന കാര്യത്തിൽ നമുക്ക് കൃത്യതയൊന്നുമില്ല. പക്ഷേ ഇന്ന് നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ കൈരളി എന്ന ദൃശ്യമാധ്യമത്തിനും ദേശാഭിമാനി എന്ന പത്രമാധ്യമത്തിനും മാത്രമായി ചില ചോദ്യങ്ങൾ എഴുതി കൊടുത്ത് അതിന് മാത്രം മറുപടി പറഞ്ഞ് എണീറ്റ് പോകാൻ തുടങ്ങിയ പിണറായി വിജയനെ മറ്റു മാധ്യമങ്ങൾ വിലക്കി, മാത്രമല്ല തടയുകയും ചെയ്തു. ഇതാണോ ഒരു മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് ഒരു മാധ്യമ സമ്മേളനത്തിൽ, വാർത്താ സമ്മേളനത്തിൽ കാണിക്കേണ്ടത് എന്ന് ചോദിച്ചു. ഈ ദൃശ്യങ്ങളിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് അവസാനം ഒരു 10 അടി നടന്നു പോയിട്ട് തിരികെ വന്നിരുന്നിട്ട് എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റി എന്നിരിക്കണം എന്നില്ല, കാരണം പറ്റണം എന്നില്ല. ഒരു വാർത്താ സമ്മേളനമാകുമ്പോൾ ചിലർ ചോദിക്കും, ചിലർക്ക് ചോദിക്കാൻ പറ്റുകയില്ല. എല്ലാത്തിനും ഉത്തരം പറയാനും ഒന്നും എനിക്കും ചിലപ്പോൾ പറ്റിയെന്നിരിക്കില്ല, സമയക്കുറവ് മൂലം അങ്ങനെ പറ്റിയെന്നിരിക്കില്ല തുടങ്ങിയ ചില ന്യായവാദങ്ങൾ നിരത്തിക്കൊണ്ട് മാധ്യമങ്ങളെ ഒരു തരത്തിൽ അവഹേളിക്കുന്ന, അപമാനിക്കുന്ന, കളിയാക്കുന്ന രീതിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കാണിച്ചത്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം ഇത് ദേശാഭിമാനിക്കും കൈരളിക്കും മാത്രമായി ഒരുക്കിയ ഒരു വാർത്താ സമ്മേളനമാണ്. എന്നാൽ പിന്നെ മറ്റ് മാധ്യമങ്ങളെ വിളിച്ചത് എന്തിനാണ് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. അതിനൊന്നും മുഖ്യമന്ത്രിക്ക് ഉത്തരമില്ല. ധാർഷ്ട്യം കുറഞ്ഞു, പക്ഷേ മാധ്യമങ്ങളെ പരിഹസിക്കുന്നത്, അപമാനിക്കുന്നത് തുടരുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചെയ്യുന്നത് എന്നത് അത്യന്തം പ്രതിഷേധാർഹം തന്നെയാണ്. ഈ മാധ്യമങ്ങൾ ഇപ്പം സർക്കാരിൻ്റെ നേട്ടങ്ങളായാലും ശരി, കോട്ടങ്ങളായാലും മാധ്യമങ്ങൾ അവർക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അവർ കൃത്യമായി കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നു. അവർക്കും നിലപാടുകൾ ഉണ്ടാകാം. നിഷ്പക്ഷ മാധ്യമങ്ങൾ ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ കുറവായിരിക്കാം. എന്നാൽ പോലും സത്യങ്ങൾ കഴിയുന്നതും ജനങ്ങളെ അറിയിക്കുക എന്നുള്ള ഒരു മാർഗമാണ് മാധ്യമങ്ങൾ ഇതുവരെ കേരളത്തിലെ മാധ്യമങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. കൈരളിക്കും ദേശാഭിമാനിക്കും ഒരു വേള അവരുടെ സർക്കാരിൻ്റെ, അവരുടെ പാർട്ടി മാധ്യമങ്ങളാണല്ലോ, അവരുടെ പാർട്ടിയുടെ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ പൊതുവായി, ജനറലായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളെ ഇത്തരത്തിൽ അവഹേളിക്കുന്നത്, അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കുന്നത്, അവരോട് തർക്കിക്കുന്നത്, അവരോട് തട്ടിക്കയറുന്നത്, അവരുടെ മുന്നിൽ കൂടി ഒന്നും പറയാതെ ഇറങ്ങിപ്പോകുന്നത്, സമയമില്ല എന്ന് പറയുന്നത് ഒക്കെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക്, ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ എന്നുള്ള കാര്യം മുഖ്യമന്ത്രി തന്നെ പരിശോധിക്കേണ്ടതാണ്. മുഖ്യമന്ത്രി ആത്മപരിശോധന നടത്തുമെന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി തിരുത്തുമെന്നോ ഉള്ള പ്രതീക്ഷയൊന്നും കേരളത്തിലെ ജനങ്ങൾക്കോ മാധ്യമങ്ങൾക്കോ ഇല്ല. എന്നാൽ പോലും ഒരു സാമാന്യ മര്യാദ എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങളിൽ കുറച്ചുകൂടി ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്, ജനങ്ങളിതൊക്കെ കാണുന്നുണ്ട്, ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള മാർഗങ്ങളുണ്ട്. ശാസ്ത്ര സാങ്കേതിക മേഖലയൊക്കെ വളരെയധികം വളർന്നിരിക്കുന്നു. മുഖ്യമന്ത്രി പറയുന്നത് മാത്രം തൊള്ളതൊടാതെ വിഴുങ്ങുന്ന ജനങ്ങളല്ല കേരളത്തിൽ ജീവിക്കുന്നത് എന്നുള്ള സത്യം പിണറായി വിജയൻ തിരിച്ചറിയേണ്ടതാണ് എന്നുകൂടി ഈ ഒരവസരത്തിൽ പറയേണ്ടി വരുന്നതാണ്. നമുക്ക് മുഖ്യമന്ത്രിയോട് ബഹുമാനക്കുറവുണ്ടായിട്ടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ അംഗീകരിക്കാത്തതുകൊണ്ടോ ഒന്നുമല്ല. പക്ഷേ ഈ രീതിയിൽ പെരുമാറുന്നത് ഒരു പൊതുജനസേവകൻ എന്നുള്ള ലേബലിൽ പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ല എന്ന് പറയാതെ വയ്യ.